ചരിത്രമെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താ വരുന്നത്? ഒരുപക്ഷേ യുദ്ധങ്ങൾ, രാജാക്കന്മാർ, പിന്നെ കുറേ വർഷങ്ങൾ, അല്ലേ? പക്ഷേ ഈ കഴിഞ്ഞുപോയ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന രീതിക്ക് പിന്നിലുമുണ്ടൊരു ചരിത്രം. അതായത് സത്യം കണ്ടെത്താനുള്ളൊരു അന്വേഷണമായി തുടങ്ങിയ ഒന്ന്, പിന്നെ ഒരു സാമ്രാജ്യത്തെ വാഴ്ത്താനുള്ള ഉപകരണമായി, അവസാനം ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്താനുള്ളൊരു മാർഗമായിട്ടൊക്കെ മാറി. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് ചരിത്രമെന്ന ആശയത്തിന്റെ തന്നെ ചരിത്രത്തിലേക്കാണ്. ഈ ചോദ്യങ്ങൾ ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ചരിത്രമെന്ന് പറയുന്നത് വെറുതെ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് മാത്രമല്ല. അത് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത് വ്യാഖ്യാനിച്ച് ആരോ ഒരാൾ നമ്മളോട് പറയുന്നൊരു കഥയാണ്. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം വരും, ആരാണ് ഈ കഥ പറയുന്നത്? അവരുടെ ലക്ഷ്യമെന്തായിരുന്നു? ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളീ പഠിക്കുന്ന ഭൂതകാലത്തെക്കുറിച്ചുള്ള ധാരണകൾ എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെയാണെന്നറിയാമോ? പുരാതന ഗ്രീസിലാണ്. നമ്മൾ ഇന്നുപയോഗിക്കുന്ന ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന വാക്ക് വരുന്നത് ഹിസ്റ്റോറിയ എന്നൊരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം വെറുമൊരു കഥ എന്നല്ല, മറിച്ച് അന്വേഷണം, റിസർച്ച് എന്നൊക്കെയാണ്. ഇതൊരു ചെറിയ വ്യത്യാസമല്ല കേട്ടോ. കാരണം അതുവരെ കെട്ടുകഥകൾ കേട്ട് ശീലിച്ച ഒരു ലോകത്ത് ശരിക്കും എന്താണ് സത്യം എന്ന് തെളിവുകൾ വെച്ചു കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു പുതിയ ചിന്താരീതിക്ക് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വിഷയത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഗ്രീക്കുകാർ എങ്ങനെ ചരിത്രത്തിന് രൂപം നൽകി എന്ന് കാണും. അത് കഴിഞ്ഞ് റോമാക്കാർ അതിനെ എങ്ങനെയാണ് തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മാറ്റിയെടുത്തതെന്ന് നോക്കും. ഏറ്റവും ഒടുവിൽ ക്രിസ്തീയ ചിന്ത വന്നതോടെ ചരിത്രത്തിന്റെ ഗതി തന്നെ എങ്ങനെ തിരിഞ്ഞുവെന്നും നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ വലിയ മാറ്റത്തിലേക്ക് കടക്കാം. പുരാതന ഗ്രീക്കുകാർ അവരെങ്ങനെയാണ് ചരിത്രമെന്നൊരു പഠനശാഖയ്ക്ക് തന്നെ ജന്മം നൽകിയത്? സത്യം പറഞ്ഞാൽ ഗ്രീക്കുകാർ കൊണ്ടുവന്ന ആ മാറ്റം ശരിക്കും വിപ്ലവകരമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതുവരെ ഇടിമിന്നലുണ്ടാവുന്നത് സ്യൂസ് ദേവന് ദേഷ്യം വന്നിട്ടാണെന്നൊക്കെ വിശ്വസിച്ചൊരു ലോകമായിരുന്നു അത്. അതുപോലെ തന്നെ ചരിത്ര സംഭവങ്ങളും ദൈവങ്ങളുടെ കളികളായിട്ടാണ് അവർ കണ്ടിരുന്നത്. പക്ഷെ ഗ്രീക്കുകാർ ഒരു പുതിയ ചോദ്യം ചോദിച്ചു. അല്ല, ഇതിനൊക്കെ പിന്നിൽ മനുഷ്യന്റെ തീരുമാനങ്ങൾക്കും പ്രവൃത്തികൾക്കും ഒരു സ്ഥാനവുമില്ലേ? ആ ഒരൊറ്റ ചോദ്യത്തിലൂടെ അവർ ചരിത്രത്തെ സ്വർഗത്തിൽ നിന്ന് നേരെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. കെട്ടുകഥകളിൽ നിന്ന് യുക്തിയുടെ ലോകത്തേക്ക് മാറ്റി. അപ്പോൾ ഈ ഗ്രീക്ക് ചരിത്രരചനയിൽ 2 അതികായന്മാരുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും ചരിത്രത്തിന്റെ പിതാക്കന്മാരെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അവരുടെ വഴികൾ അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഒന്നാമത്തെയാൾ ഹെറോഡറ്റസ്, രണ്ടാമത്തെയാൾ തുസിഡിഡീസ്. ഇവർ രണ്ടുപേരും ചരിത്രരചനയുടെ 2 ധ്രുവങ്ങളിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഹെറോഡറ്റസ് ഒരു സഞ്ചാരിയെപ്പോലെയായിരുന്നു. താൻ കണ്ടതും കേട്ടതുമായ അത്ഭുതകരമായ കഥകളൊക്കെ മനോഹരമായി കോർത്തിണക്കി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരു വലിയ ചിത്രം, ഒരു ബിഗ് പിക്ചർ നൽകുക എന്നതായിരുന്നു. എന്നാൽ തുസിഡിഡീസിന്റെ കാര്യം അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ സമീപനം ഒരു ഡിറ്റക്റ്റീവിൻ്റേതായിരുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ തെളിവുകൾ നിരത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. സത്യത്തിൽ ഈ 2 വഴികളും ഇന്നും ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. അതായത് ചരിത്രം ഒരു വലിയ കഥയാണോ അതോ കർശനമായൊരു ശാസ്ത്രമാണോ എന്ന തർക്കത്തിന്റെ തുടക്കം തന്നെ ഇവിടെയാണ്. ശരി, അപ്പോൾ ഗ്രീക്കുകാരുടെ കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് റോമിലേക്ക് പോകാം. റോമാക്കാർ ഈ ഗ്രീക്ക് രീതിയെ എങ്ങനെയാണ് തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മാറ്റിയെടുത്തതെന്ന് നോക്കാം. റോമാക്കാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവർ ഗ്രീക്കുകാരുടെ ചരിത്രരചനയുടെ രീതി അങ്ങ് കടമെടുത്തു. എന്നിട്ടതിനൊരു പുതിയ ജോലി കൊടുത്തു. അവർക്ക് ചരിത്രമെന്നത് വെറുതെ സത്യം കണ്ടെത്താനുള്ളൊരു ലാബ് മാത്രമല്ല, അതിലുപരി നല്ല പൗരന്മാരെ വാർത്തെടുക്കാനുള്ളൊരു കളരി കൂടിയായിരുന്നു. അവരുടെ ചിന്ത എങ്ങനെയായിരുന്നു? പൂർവികരുടെ വീരകഥകൾ കേട്ടു വളരുന്ന ഒരു കുട്ടിക്ക് രാജ്യസ്നേഹം കൂടും. ചുരുക്കി പറഞ്ഞാൽ ചരിത്രത്തിനൊരു പ്രാക്ടിക്കൽ പർപ്പസ്, ഒരു പ്രായോഗിക ലക്ഷ്യം വന്നു. എന്തായിരുന്നു ആ ലക്ഷ്യം? റോമനെ മഹത്വപ്പെടുത്തുക, റോമാക്കാരെ നല്ലവരാക്കുക. ലിവി, ടാസിറ്റസ് ഇവരൊക്കെയായിരുന്നു പ്രധാന റോമൻ ചരിത്രകാരന്മാർ. ഇവർ വെറുതെ സംഭവങ്ങൾ രേഖപ്പെടുത്തുകയായിരുന്നില്ല. ഉദാഹരണത്തിന് ലിവി റോമിന്റെ തുടക്കം മുതലുള്ള കഥ എഴുതിയത് നോക്കൂ, നമ്മൾ എത്ര മഹത്തായ ഒരു ജനതയായിരുന്നു എന്ന ആളുകളെ ഓർമ്മിപ്പിക്കാനാണ്. എന്നാൽ ടാസിറ്റസ് ആകട്ടെ ഭരണാധികാരികളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ ചെയ്യരുത് എന്നൊരു പാഠം നൽകാനാണ് ശ്രമിച്ചത്. ചുരുക്കത്തിൽ അവർക്ക് 2 പേർക്കും ചരിത്രം ഒരു കണ്ണാടി പോലെയായിരുന്നു. സാമ്രാജ്യം അതിൽ നോക്കി സ്വന്തം ഗുണങ്ങളും ദോഷങ്ങളും തിരിച്ചറിയണം. അതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് റോമൻ ചരിത്രരചനയുടെ കാതൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് രാജസ്നേഹമായിരുന്നു. ഒരു സംഭവം റോമിന്റെ മഹത്വത്തിന് ചേരുന്നതാണെങ്കിൽ അതിന്റെ സത്യസന്ധതയെപ്പറ്റി അധികം ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അവർ മെനക്കെട്ടില്ല. വിമർശനാത്മകമായ വിശകലനത്തെക്കാൾ അവർക്ക് പ്രധാനം പ്രചോദനം നൽകുന്ന കഥകളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ചരിത്രം ഇവിടെ ഒരു പ്രഭാഷകന്റെ റോൾ ഏറ്റെടുത്തു. ഇതുവരെ നമ്മൾ കണ്ടത് മനുഷ്യർ നയിക്കുന്ന ചരിത്രമാണ്. എന്നാൽ ഇനി നമ്മൾ ചരിത്രചിന്തയിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവിലേക്കാണ് കടക്കുന്നത്.
ക്രിസ്തീയ ദൈവശാസ്ത്രം രംഗത്തേക്ക് വന്നതോടെ ചരിത്രത്തിന്റെ അർത്ഥം തന്നെ പൂർണ്ണമായും മാറിമറിഞ്ഞു. ഇവിടെയാണ് ശരിക്കും എല്ലാം കീഴ്മേൽ മറിയുന്നത്. ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇടതുവശത്ത് കാണുന്നത് ഗ്രീക്ക് റോമൻ കാഴ്ചപ്പാടാണ്. അവിടെ ചരിത്രം ഒരു ചക്രം പോലെയാണ്. സംഭവങ്ങൾ ആവർത്തിക്കാം, സാമ്രാജ്യങ്ങൾ ഉയരുകയും പിന്നെ താഴുകയും ചെയ്യാം. എന്നാൽ വലതുവശത്ത് കാണുന്ന ക്രിസ്തീയ കാഴ്ചപ്പാട് നേരെ തിരിച്ചാണ്. അവിടെ ചരിത്രം ഒരു നേർരേഖയാണ്. അതിന് വ്യക്തമായ ഒരു തുടക്കമുണ്ട്, സൃഷ്ടിപ്പ്, ഒരു ലക്ഷ്യവുമുണ്ട്, അന്ത്യവിധി. അപ്പോൾ ഇതിനിടയിൽ നടക്കുന്ന ഓരോ സംഭവവും മനുഷ്യന്റെ തീരുമാനമല്ല, മറിച്ച് ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ദൈവത്തിന്റെ പ്ലാനിന്റെ ഭാഗം മാത്രമാണ്. ഈ പുതിയ ചിന്താരീതിയുടെ ഏറ്റവും വലിയ വക്താവ് ആരായിരുന്നു എന്നറിയാമോ? വിശുദ്ധ അഗസ്റ്റിൻ. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ മാത്രം മതി ഈ ആശയത്തിന്റെ കാതൽ മനസ്സിലാക്കാൻ. സെന്റ് അഗസ്റ്റിൻ ചരിത്രത്തെ കണ്ടത് ഭൂമിയിൽ നടക്കുന്ന ഒരു വലിയ ആത്മീയ യുദ്ധമായിട്ടാണ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമനുസരിച്ച് രണ്ടുതരം നഗരങ്ങൾ അല്ലെങ്കിൽ രണ്ടുതരം മനുഷ്യസമൂഹങ്ങൾ എപ്പോഴും ഒരു പോരാട്ടത്തിലാണ്. ഒന്നാമത്തത് അധികാരവും പണവും സ്വന്തം പ്രശസ്തിയും മാത്രം ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ നഗരം. രണ്ടാമത്തത് സ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും അധിഷ്ഠിതമായ ദൈവത്തിന്റെ നഗരം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എന്നു പറയുന്നത് ഈ യുദ്ധത്തിന്റെ ഒരു രേഖപ്പെടുത്തലാണ്. അവസാനം ദൈവത്തിന്റെ നഗരം വിജയിക്കുമെന്ന് തെളിയിക്കുന്ന ഒരു വലിയ കഥ. അപ്പോ ഈ പുതിയ ക്രിസ്തീയ ചിന്താരീതിക്ക് ചില പ്രധാന പ്രത്യേകതകളുണ്ടായിരുന്നു. ഒന്നാമതായി, ചരിത്രം സാർവത്രികമായി, അതായത് ലോകം മുഴുവൻ ഒരൊറ്റ കഥയുടെ ഭാഗമായി മാറി. ആ കഥയുടെ സെന്റർ പോയിന്റ് എന്തായിരുന്നു? ക്രിസ്തുവിന്റെ ജനനം. അതോടെ എല്ലാ സംഭവങ്ങളെയും നമ്മൾ BC എന്നും AD എന്നും തിരിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ലാതായി. കാരണം എല്ലാത്തിനും ഒരൊറ്റ ഉത്തരം മാത്രം, അത് ദൈവഹിതമായിരുന്നു. മനുഷ്യന്റെ യുക്തിക്കോ വിശകലനത്തിനോ അവിടെ വലിയ സ്ഥാനമൊന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഈ 3 പാരമ്പര്യങ്ങളെയും ഒന്ന് ഒരുമിച്ച് ചേർത്ത് നോക്കിയാലോ? അപ്പോൾ ഈ 3 പാരമ്പര്യങ്ങളെ നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത്? ചരിത്രത്തിന്റെ ഫോക്കസ് എങ്ങനെ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗ്രീക്കുകാർ മനുഷ്യന്റെ പ്രവൃത്തികളിലേക്ക് ക്യാമറ തിരിച്ചുവച്ചപ്പോൾ റോമാക്കാർ അത് രാഷ്ട്രത്തിന്റെ നേട്ടങ്ങളിലേക്ക് സൂം ചെയ്തു. അവസാനം ക്രിസ്ത്യാനികൾ ആ ക്യാമറ നേരെ ആകാശത്തേക്ക് തിരിച്ചു, എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം ദൈവത്തിന്റെ ഒരു വലിയ നാടകമാണെന്ന്. കണ്ടില്ലേ, ഭൂതകാലം ഒന്നുതന്നെയാണ്, പക്ഷെ അത് നോക്കിക്കാണുന്ന കണ്ണുകളും അതിന്റെ ലക്ഷ്യങ്ങളും കാലത്തിനനുസരിച്ച് എങ്ങനെയാണ് പൂർണ്ണമായും മാറിയതെന്ന് നോക്കൂ. അപ്പോ നമുക്കൊരു അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ആശയങ്ങൾക്കൊന്നും ഇന്നത്തെ കാലത്ത് എന്തു പ്രസക്തിയാണുള്ളത്? ഒന്നാലോചിച്ചു നോക്കൂ. നമ്മളൊരു നേതാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ധാർമ്മികതയെക്കുറിച്ച് പറയാറില്ലേ? അതൊരു റോമൻ സ്വാധീനമല്ലേ? അല്ലെങ്കിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ചിലരെങ്കിലും എല്ലാം ഒരു വിധിയെന്ന് ചിന്തിക്കാറില്ലേ? അത് ആ പഴയ ക്രിസ്തീയ ചിന്തയുടെ ഒരു പ്രതിധ്വനിയല്ലേ? അതെ, ഭൂതകാലത്തെക്കുറിച്ചുള്ള ഈ പുരാതന ധാരണകൾ നമ്മൾ പോലും അറിയാതെ ഇന്നും നമ്മുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷേ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠവും അതുതന്നെയായിരിക്കും. ഹലോ, എല്ലാവർക്കും സ്വാഗതം. എന്താണ് ചരിത്രം? നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണല്ലേ? പക്ഷേ ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടി ഒരു യാത്ര പോവുകയാണ്. അതും പുരാതന കാലത്തെ 3 വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മൾ ഇന്ന് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്ന ഈ ഒരു രീതി, അത് മാത്രമാണോ ശരിയായ വഴി? ചരിത്രം എഴുതാൻ വേറെയും വഴികളുണ്ടാവില്ലേ? ഒരു പക്ഷേ നമ്മൾ ചരിത്രമെന്ന് ഇന്ന് വിളിക്കുന്നത് സാധ്യമായ പല വഴികളിൽ ഒന്നു മാത്രമാണെങ്കിലോ? അപ്പോ ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ട് സഞ്ചരിക്കണം. പല കാലഘട്ടങ്ങളിലേക്ക്, പല നാടുകളിലേക്ക്. കാരണം നിങ്ങൾ എവിടെ എപ്പോൾ നിന്ന് നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ചരിത്രം എന്താണ് എന്നതിന്റെ ഉത്തരം. അപ്പൊ നമുക്ക് ആ യാത്ര തുടങ്ങിയാലോ? നമ്മുടെ ഈ യാത്രയുടെ റൂട്ട് മാപ്പ് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം പോകുന്നത് അറബ് ലോകത്തേക്കാണ്. അവിടെ ചരിത്രത്തെ ഒരു ശാസ്ത്രമായി കണ്ടിരുന്നത് എങ്ങനെയെന്ന് നോക്കും. പിന്നെ നേരെ ചൈനയിലേക്ക്, അവരുടെ സാമ്രാജ്യത്വ രേഖകൾ പരിശോധിക്കാൻ. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരും. ഇവിടത്തെ കഥകളിലും പുരാണങ്ങളിലും ചരിത്രം എങ്ങനെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കാണാൻ. അവസാനം കശ്മീരിലെ വളരെ വ്യത്യസ്തനായ ഒരു ചരിത്രകാരനെയും നമ്മൾ പരിചയപ്പെടും. റെഡിയല്ലേ? ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ യാത്രയിലെ ആദ്യത്തെ സ്റ്റോപ്പ് ഇബ്നു ഖൽദൂന്റെ ലോകം. ഇവിടെ ചരിത്രം വെറും കഥകളായിരുന്നില്ല, അതൊരു ശാസ്ത്രമായിരുന്നു. ഇബ്നു ഖൽദൂൺ 1300കളിൽ ജീവിച്ചിരുന്ന ഒരു ചിന്തകൻ. അദ്ദേഹം ഒരു വിപ്ലവകരമായ ആശയം മുന്നോട്ട് വച്ചു: ചരിത്രത്തിന്റെ ശാസ്ത്രം. അതെന്താണെന്നല്ലേ? അതുവരെ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? രാജാക്കന്മാരുടെ കഥകള്, യുദ്ധങ്ങളുടെ വിവരണങ്ങള്, അത്രയുള്ളൂ. പക്ഷെ ഖൽദൂൺ പറഞ്ഞു, അതല്ല ചരിത്രം. ചരിത്രം എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ ശാസ്ത്രമാണ്. വെറും സംഭവങ്ങൾ മാത്രമല്ല. ആ സംഭവങ്ങൾ എന്തുകൊണ്ടുണ്ടായി, അവ തമ്മിലുള്ള ബന്ധമെന്താണ്, ചുറ്റുപാടുകൾ അതിനെ എങ്ങനെ സ്വാധീനിച്ചു,
ഇതൊക്കെ പഠിക്കുന്ന ഒരു സാമൂഹിക ശാസ്ത്രമായിട്ടാണ് അദ്ദേഹം ചരിത്രത്തെ കണ്ടത്. അദ്ദേഹത്തിന്റെ ഈ ചിന്തയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാർവത്രിക ചരിത്രം എന്ന ഈ പുസ്തകം. വെറുമൊരു പുസ്തകമല്ല, 7 വലിയ വോള്യൂമുകളുണ്ട്. അതിലെ ആദ്യത്തെ പുസ്തകത്തിൽ അദ്ദേഹം നാഗരികതയുടെ ശാസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു സമൂഹം എങ്ങനെ ഉയരുന്നു, എങ്ങനെ തകരുന്നു എന്നതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ചില പൊതു നിയമങ്ങളുണ്ട് എന്ന്. എന്നിട്ട് അടുത്ത പുസ്തകങ്ങളിൽ അറബ് സാമ്രാജ്യത്തിന്റെയും ആഫ്രിക്കയിലെ ബർബർ രാജവംശങ്ങളുടെയും ഒക്കെ കഥ പറയുമ്പോൾ ഈ നിയമങ്ങൾ അവിടെ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് അദ്ദേഹം കാട്ടിത്തരുന്നു. കൂടെ അൽ താരിഫ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ആത്മകഥയുമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന വാചകമാണിത്. ചരിത്രം മനുഷ്യന്റെ സാമൂഹിക സംഘടനകളെക്കുറിച്ചുള്ള വിവരമാണ്. അതായത് ഇബ്നു ഖൽദൂൻ വിശ്വസിച്ചത് മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ജീവിയല്ല, ഒരു സാമൂഹിക ജീവിയാണ് എന്നാണ്. സമൂഹമില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് ചരിത്രം എന്നു പറയുന്നത് ഏതെങ്കിലും രാജാവിന്റെയോ രാജ്ഞിയുടെയോ മാത്രം കഥയല്ല, അത് മനുഷ്യ സമൂഹത്തിന്റെ തന്നെ കഥയാണ്. ഓക്കെ, അറബ് ലോകത്ത് നിന്ന് നമുക്ക് നേരെ കിഴക്കോട്ട് പോകാം, ചൈനയിലേക്ക്. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ചരിത്രമൊരു സാമൂഹിക ശാസ്ത്രമൊന്നുമല്ല, പകരം ഭരണകൂടം തന്നെ നേരിട്ട് മുൻകൈയെടുത്ത് എഴുതിപ്പിക്കുന്ന ഒന്നായിരുന്നു ചരിത്രം. നമുക്ക് സീമാ ക്യാന്റെ ലോകത്തേക്കൊന്ന് പോയി നോക്കാം. 3000 വർഷം. ഒന്ന് ആലോചിച്ചു നോക്കൂ, അത്രയും കാലത്തെ ചൈനയുടെ ചരിത്രമാണ് സിമാ ക്വിയാൻ തന്റെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് എന്ന ഒറ്റ കൃതിയിൽ രേഖപ്പെടുത്തിയത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം ചൈനീസ് ചരിത്രരചനയുടെ ആഴവും പരപ്പും എത്ര വലുതായിരുന്നുവെന്ന്. അപ്പോ സിമാ ക്വിയാനെ പൗരസ്ത്യ ചരിത്രത്തിന്റെ പിതാവ് എന്നൊക്കെ വെറുതെ വിളിക്കുന്നതല്ല. അദ്ദേഹത്തിന് വളരെ കൃത്യമായ ഒരു രീതിയുണ്ടായിരുന്നു. ഒന്നാമതായി, കിട്ടാവുന്ന എല്ലാ രേഖകളും ഡോക്യുമെന്റ്സും അദ്ദേഹം ശേഖരിക്കും. രണ്ടാമതായി, വെറുതെ അതങ്ങ് വിശ്വസിക്കില്ല. കേട്ട കാര്യങ്ങൾ ശരിയാണോ എന്നറിയാൻ രാജ്യത്തുടനീളം യാത്ര ചെയ്യും. മൂന്നാമതായി, കിട്ടിയ വിവരങ്ങളെല്ലാം വളരെ ചിട്ടയായി ക്രമീകരിക്കും. സംഭവങ്ങൾ, പ്രധാനപ്പെട്ട ആളുകളുടെ ജീവചരിത്രങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം വെവ്വേറെ. നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, തന്റെ സ്വന്തം അഭിപ്രായങ്ങൾ ചേർക്കാതെ എന്ത് സംഭവിച്ചുവോ അതതുപോലെ എഴുതാൻ ശ്രമിക്കും. അതായത് വസ്തുനിഷ്ഠമായി എഴുതുക. ഇത് സീമാ ക്വിയാൻ ഒറ്റയ്ക്ക് തുടങ്ങിയൊരു കാര്യമല്ല കേട്ടോ. ചൈനയിലെ നൂറ്റാണ്ടുകളായി ഇതൊരു പാരമ്പര്യമായിരുന്നു. ഓരോ രാജവംശം വരുമ്പോഴും അവർ ചരിത്രകാരന്മാർക്ക് പണം കൊടുത്ത് തങ്ങളുടെ ഭരണകാലത്തെക്കുറിച്ച് വിശദമായി എഴുതിപ്പിക്കും. എന്തിലാണെന്നല്ലേ? തങ്ങളുടെ ഭരണം എത്ര മഹത്തരമായിരുന്നുവെന്നും അത് നിയമാനുസൃതമായിരുന്നുവെന്നും സ്ഥാപിക്കാൻ ഇത് അത്യാവശ്യമായിരുന്നു. അതായത് ഇതൊരു ഔദ്യോഗിക പാരമ്പര്യം തന്നെയായിരുന്നു. ശരി, ചൈനയിൽ നിന്ന് നമുക്കിനി ഇന്ത്യയിലേക്ക് വരാം. ഇവിടെ ചരിത്രത്തെ കാണുന്ന രീതി തന്നെ വേറൊന്നാണ്. ഒരു പ്രത്യേക പുസ്തകത്തിലോ രേഖയിലോ ഒതുങ്ങുന്ന ഒന്നല്ല ഇവിടുത്തെ ചരിത്രം. പകരം അത് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കഥകളിലുമൊക്കെ ഇഴചേർന്ന് കടക്കുവാണ്. ഇതിനെയാണ് നമ്മൾ ഇതിഹാസ പുരാണ പാരമ്പര്യം എന്ന് പറയുന്നത്. ഇതിഹാസം എന്ന വാക്കിനർത്ഥം ഇങ്ങനെയായിരുന്നു എന്നാണ്. പുരാണം എന്നാൽ പഴയത് എന്നും. അതായത് ഇവിടെ ചരിത്രം ഒരു പ്രത്യേക വിഷയമായി ആരും പഠിപ്പിച്ചിരുന്നില്ല. പകരം അത് കഥകളിലൂടെയും രാജവംശങ്ങളുടെ തലമുറ കണക്കുകളിലൂടെയും പുരാണങ്ങളിലൂടെയുമൊക്കെയാണ് കൈമാറി വന്നത്. ഇവിടെയാണ് ചൈനീസ് രീതിയും ഇന്ത്യൻ രീതിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വരുന്നത്. നോക്കൂ, ചൈനയിൽ കാലം എന്നത് നേർരേഖ പോലെ മുന്നോട്ടു പോകുന്ന ഒന്നാണ്. ഓരോ സംഭവവും ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. അതുകൊണ്ടവർ രാഷ്ട്രീയ സംഭവങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി. എന്നാൽ ഇന്ത്യയിലെ കാഴ്ചപ്പാട് അതല്ല. ഇവിടെ കാലം ഒരു ചക്രം പോലെയാണ്. കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടുതന്നെ ഇവിടെ ചരിത്രത്തിന്റെ ലക്ഷ്യം രാഷ്ട്രീയ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നതിനേക്കാൾ സാമൂഹികവും ധാർമ്മികവുമായ പാഠങ്ങൾ നൽകുക എന്നതായിരുന്നു. ഇതിനേറ്റവും നല്ല ഉദാഹരണമാണ് പുരാണങ്ങളിലെ മഹായുഗം എന്ന ആശയം. ഇതനുസരിച്ച് 4 യുഗങ്ങളുണ്ട്. ആദ്യത്തേത് കൃതയുഗം, നന്മയും പൂർണ്ണതയും നിറഞ്ഞ കാലം. പിന്നെ ത്രേതായുഗം, അപ്പോഴേക്കും നന്മ കുറച്ചൊന്ന് കുറയും. അടുത്തത് ദ്വാപരയുഗം, നന്മ വീണ്ടും കുറയും. അവസാനത്തേത് നമ്മളിപ്പോൾ ജീവിക്കുന്ന കലിയുഗം, തിന്മയുടെ കാലം. ഇത് ഒടുവിൽ ഒരു വലിയ നാശത്തിലേക്ക് നയിക്കുകയും അതിനുശേഷം വീണ്ടും കൃതയുഗം ആരംഭിച്ച് ഈ ചക്രം ആവർത്തിക്കുകയും ചെയ്യും. കണ്ടില്ലേ, ഇവിടെ ചരിത്രമെന്നത് സംഭവങ്ങളുടെ ഒരു ലിസ്റ്റല്ല, മറിച്ച് ധാർമ്മികതയുടെ ഉയർച്ചയുടെയും താഴ്ചയുടെയും ഒരു ചക്രികമായ കഥയാണ്.
ഈ ഇതിഹാസ പുരാണ പാരമ്പര്യത്തിനു പുറമെ ഇന്ത്യയിൽ വേറെയും ചരിത്രരേഖകളുണ്ട്. ഉദാഹരണത്തിന് ബുദ്ധമത ഗ്രന്ഥമായ ത്രിപിടകം. അതിൽ ബുദ്ധന്റെ ജീവിതവും ആ കാലഘട്ടത്തിലെ സംഭവങ്ങളുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബുദ്ധന്റെ മുമ്പുള്ള 500 ജന്മങ്ങളെക്കുറിച്ചുള്ള ജാതക കഥകളും പിന്നെ വ്യാഖ്യപ്രജ്ഞപ്തി പോലുള്ള ജൈനകൃതികളും ഇന്ത്യയുടെ കാലഗണന നിശ്ചയിക്കുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്ത്യയിലെ ഒരു പൊതുരീതി. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്ന ആൾ ഈ രീതിയെ മാറ്റിമറിച്ച ഒരാളാണ്. നമ്മുടെ യാത്രയിലെ അവസാനത്തെ സ്റ്റോപ്പ് കാശ്മീരിൽ നിന്നുള്ള കൽഹണൻ. ഇന്ത്യൻ ചരിത്രരചനയിലെ ഒരു വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ടാണ് കൽഹണൻ വ്യത്യസ്തനാകുന്നത് എന്നല്ലേ? അദ്ദേഹത്തിന്റെ രീതി നോക്കൂ. പുരാണങ്ങളെയും കേട്ടുകേൾവികളെയും മാത്രം ആശ്രയിക്കാതെ അദ്ദേഹം ഒരു ആധുനിക ചരിത്രകാരനെ പോലെയാണ് പ്രവർത്തിച്ചത്. തന്റെ രാജതരംഗിണി എന്ന പുസ്തകം എഴുതാൻ അദ്ദേഹം മുൻപുള്ള ചരിത്രകാരന്മാരുടെ രചനകൾ പരിശോധിച്ചു, കല്ലിലും ലോഹത്തിലും കുത്തിവെച്ച് ഔദ്യോഗിക രേഖകൾ പഠിച്ചു, സംഭവങ്ങൾക്ക് നേരിട്ട് സാക്ഷികളായവരോട് സംസാരിച്ചു. ഒരു മന്ത്രിയായിരുന്നതുകൊണ്ട് തനിക്കുണ്ടായിരുന്ന അറിവും ഉപയോഗിച്ചു. എന്നിട്ട് ഈ കിട്ടിയ വിവരങ്ങളെല്ലാം പരസ്പരം ഒത്തുനോക്കി അതിലെ സത്യം കണ്ടെത്താൻ ശ്രമിച്ചു. കൽഹണന്റെ കാര്യത്തില് വളരെ രസകരമായൊരു കാര്യമുണ്ട്. അദ്ദേഹം സ്വയം കണ്ടിരുന്നത് ഒരു കവിയായിട്ടാണ്, ചരിത്രകാരനായിട്ടല്ല. അദ്ദേഹത്തിന്റെ പുസ്തകം ഒരു കാവ്യം പോലെയാണ് എഴുതിയിരിക്കുന്നത്. വായനക്കാരെ രസിപ്പിക്കണം, ധാർമ്മിക പാഠങ്ങൾ പഠിപ്പിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതേസമയം ഒരു ചരിത്രകാരന്റെ എല്ലാ ചിട്ടകളും അദ്ദേഹം പാലിച്ചു. കൃത്യമായ കാലഗണന, കിട്ടിയ വിവരങ്ങളെല്ലാം വിമർശനാത്മകമായി പരിശോധിക്കുക, യഥാർത്ഥ സ്ഥലങ്ങളും സമയങ്ങളും ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഒരു കവിയുടെ ഹൃദയവും ഒരു ചരിത്രകാരന്റെ തലച്ചോറുമായിരുന്നു അദ്ദേഹത്തിന്റേത്. കൽഹണനെ ശരിക്കും മഹാനാക്കുന്നത് അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ കാഴ്ചപ്പാടാണ്. സാധാരണയായി ചരിത്രകാരന്മാർ രാജാക്കന്മാരെക്കുറിച്ചു മാത്രം എഴുതുമ്പോൾ കൽഹണൻ സാധാരണക്കാരുടെ ദുരിതങ്ങളെക്കുറിച്ചെഴുതി, ക്ഷാമത്തെയും വെള്ളപ്പൊക്കത്തെയും കുറിച്ചെഴുതി, അന്നത്തെ നികുതി സമ്പ്രദായത്തെയും നാണയങ്ങളെയും പറ്റി വിശദമായി രേഖപ്പെടുത്തി. സ്ത്രീകൾക്ക് സ്വത്തുണ്ടായിരുന്നതിനെക്കുറിച്ചും യുദ്ധം ചെയ്തതിനെക്കുറിച്ചും വരെ അദ്ദേഹം എഴുതി. ഏറ്റവും പ്രധാനം, അദ്ദേഹം ഭരിച്ചിരുന്ന രാജാവായ ഹർഷനെ പോലും വിമർശിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സത്യസന്ധനായിരുന്നു. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ ഭൂതകാലത്തെക്കുറിച്ചുള്ള 3 വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ കണ്ടു, അല്ലേ? അറബ് ലോകത്ത് ചരിത്രം സമൂഹത്തെ പഠിക്കുന്ന ഒരു ശാസ്ത്രമായിരുന്നു. ചൈനയിൽ അത് ഭരണകൂടം സൂക്ഷിക്കുന്ന ഒരു സൂക്ഷ്മമായ രേഖയായിരുന്നു. ഇന്ത്യയിലാകട്ടെ അത് പുരാണങ്ങളിലും കഥകളിലും ഉൾച്ചേർന്ന ഒന്നായിരുന്നു. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളത്. ഭൂതകാലത്തെ ഒരു ശാസ്ത്രമായി കാണാമെങ്കിൽ, ഒരു ഔദ്യോഗിക രേഖയായി കാണാമെങ്കിൽ, ഒരു പുരാണ കഥയായി കാണാമെങ്കിൽ, നമ്മൾ ഇന്ന് നമ്മുടെ സ്വന്തം ചരിത്രം എങ്ങനെയാണ് എഴുതേണ്ടത്? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത തവണ കാണാം. എല്ലാവർക്കും നമസ്കാരം. ചരിത്രം, പ്രത്യേകിച്ചും മധ്യകാല ഇന്ത്യയിലെ ചരിത്രം എങ്ങനെയാണ് എഴുതപ്പെട്ടതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വരൂ, നമുക്ക് സുൽത്താൻമാരുടെയും മുഗളന്മാരുടെയും കാലഘട്ടത്തിലേക്ക്, അവരുടെ ചരിത്രമെഴുത്തിന്റെ ലോകത്തേക്കൊന്നു പോയി നോക്കാം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണല്ലേ? ഏകദേശം 800 വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ നമുക്കെങ്ങനെയാണ് ഇത്ര കൃത്യമായി അറിയാൻ കഴിയുന്നത്? ചരിത്രമെന്ന് പറയുന്നത് വെറുതെ കുറേ വസ്തുതകൾ മാത്രമല്ല, അതാരോ ഒരാൾ പറയുന്ന ഒരു കഥ കൂടിയാണ്. അപ്പോൾ ശരിക്കുമുള്ള ചോദ്യം ഇതാണ്: ആരായിരുന്നു ആ കഥ പറഞ്ഞിരുന്നത്? അവിടെയാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നൊരു സംഗതി വരുന്നത്. അതായത് ചരിത്രരചനയെക്കുറിച്ചുള്ള പഠനം. ഇത് വെറുതെ എന്ത് സംഭവിച്ചുവെന്ന് നോക്കുകയല്ല, മറിച്ച് ആ സംഭവം എങ്ങനെ എഴുതപ്പെട്ടു, ആരാണതെഴുതിയത്, എന്തിനായിരുന്നു അവരത് എഴുതിയത് എന്നൊക്കെ അന്വേഷിക്കുന്നൊരു മേഖലയാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്ര എങ്ങനെയായിരിക്കുമെന്നോ? നമ്മൾ ആദ്യം സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ചരിത്രമെഴുത്ത് എങ്ങനെയായിരുന്നു എന്ന് നോക്കും. പിന്നെ അവിടുന്ന് നേരെ മുഗൾ കാലഘട്ടത്തിലേക്ക് വരും. അവിടുത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കാണും. കൂട്ടത്തിൽ ഈ 2 കാലഘട്ടങ്ങളെയും പ്രതിനിധീകരിക്കുന്ന 2 പ്രധാന ചരിത്രകാരന്മാരെ നമ്മളൊന്ന് താരതമ്യം ചെയ്യും. അവസാനം ഇവരുടെയൊക്കെ സംഭാവനകൾ എന്തായിരുന്നു എന്ന് നോക്കും. അപ്പോൾ തുടങ്ങിയാലോ? ശരി, അപ്പോൾ നമുക്ക് നേരെ ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലേക്ക് പോവാം. അവിടെ ചരിത്രം എഴുതുന്നതിന് ഒരു പ്രത്യേക രീതി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ആളുകൾ ചരിത്രത്തെ കണ്ടിരുന്നത് മനുഷ്യന്റെ പ്രവൃത്തിയായിട്ടല്ല, മറിച്ചത് ദൈവത്തിന്റെ തീരുമാനങ്ങളുടെ ആ ഇഷ്ടത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടായിരുന്നു. സുൽത്താനേറ്റ് കാലത്തെ ചരിത്രമെഴുത്തിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. ഒന്നാമതായി, നടക്കുന്ന ഓരോ സംഭവവും, അത് യുദ്ധമായാലും സമാധാനമായാലും, ദൈവത്തിന്റെ തീരുമാനമാണെന്നായിരുന്നു വിശ്വാസം. പിന്നെ എല്ലാ കഥകളും ആരെക്കുറിച്ചായിരുന്നു? സുൽത്താൻമാർ, പ്രഭുക്കന്മാർ, അവരുടെ കൊട്ടാര ജീവിതം, ഇതിനു ചുറ്റിപ്പറ്റിയായിരുന്നു എല്ലാം. സാധാരണക്കാരനായ ഒരാൾക്ക് ചരിത്രത്തിൽ ഒരു റോളും ഉണ്ടായിരുന്നില്ല.
അതോടൊപ്പം ഈ എഴുത്തിലൂടെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലത് വരും, ചീത്ത ചെയ്താൽ ചീത്ത വരും എന്നൊക്കെയുള്ള ഒരു ധാർമ്മിക പാഠം കൊടുക്കാനും അവർ ശ്രമിച്ചിരുന്നു. അന്നത്തെ ഒരു പ്രധാന ചരിത്രകാരനായിരുന്നു സിയാവുദ്ദീൻ ബറാനി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ചരിത്രം ശാസ്ത്രങ്ങളുടെ രാജ്ഞിയാണെന്ന്. അപ്പോൾ അവർ ചരിത്രത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നതിൽ നിന്ന് വ്യക്തമാണല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരുടെ ലിസ്റ്റിൽ മതത്തിനും തത്വചിന്തയ്ക്കും ശേഷമേ ചരിത്രത്തിന് സ്ഥാനമുണ്ടായിരുന്നുള്ളൂ, 3ാം സ്ഥാനം. ഇനി ആ കാലഘട്ടത്തിലെ ചില പ്രധാന ചരിത്രകാരന്മാരെയും അവരുടെ വർക്കുകളെയും നോക്കാം. കണ്ടില്ലേ, മിൻഹാജ് അൽ സിറാജ്, ഷംസുദ്ദീൻ അഫീഫ്, പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച സിയാവുദ്ദീൻ ബറാനി. ഇവരൊക്കെയാണ് അന്നത്തെ സൂപ്പർ സ്റ്റാർ ചരിത്രകാരന്മാർ. ഇവരുടെ എല്ലാം എഴുത്തുകളുടെ പ്രധാന വിഷയം എന്തായിരുന്നു? രാജവംശങ്ങൾ, അവരുടെ ഭരണം, ആ കാര്യങ്ങൾ തന്നെ. എന്നാൽ കൊട്ടാരത്തിലുള്ളവർ മാത്രമല്ല ചരിത്രം എഴുതിയത്. അക്കാലത്ത് ഇന്ത്യയിലേക്ക് വന്ന വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് അൽ ബിരൂണി അന്നത്തെ ഇന്ത്യൻ സമൂഹത്തെയും തത്വചിന്തയെയും കുറിച്ചൊക്കെ വിശദമായി എഴുതി. അതുപോലെ ഇബ്ൻ ബത്തൂത്തയുടെ എഴുത്തുകൾ മുഹമ്മദ് തുഗ്ലക്കിന്റെ കാലഘട്ടത്തെക്കുറിച്ച് നല്ലൊരു ചിത്രം നമുക്ക് തരുന്നുണ്ട്. കൊട്ടാരത്തിലെ ചരിത്രകാരന്മാർ പറയാത്ത പല കാര്യങ്ങളും ഇവരുടെ എഴുത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരുതരം ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് തന്നെ പറയാം. ശരി, സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ നിന്നും നമുക്ക് മുഗൾ കാലഘട്ടത്തിലേക്ക് വരാം. ഇവിടെ എത്തിയപ്പോൾ ചരിത്രമെഴുത്തിന്റെ രീതികളിൽ ചിലതൊക്കെ പഴയതുപോലെ തുടർന്നു. പക്ഷേ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില പുതിയ മാറ്റങ്ങളും വന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഭരണാധികാരികൾ തന്നെ തങ്ങളുടെ കഥ സ്വന്തമായി എഴുതാൻ തുടങ്ങുന്നു. അതെ, അതായിരുന്നു മുഗൾ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ മാറ്റം. ആത്മകഥകളും ഓർമ്മക്കുറിപ്പുകളും പെട്ടെന്ന് ചരിത്രമെഴുത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറി. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഏതാണെന്നറിയാവോ? സാക്ഷാൽ ബാബർ എഴുതിയ ബാബർനാമ, പിന്നെ ജഹാംഗീറിന്റെ തുസുഖ് ഇ ജഹാംഗീരെ. ഇവ രണ്ടും ഗംഭീരമാണ്. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും സവിശേഷമായ ഒന്ന് ഹുമയൂണിന്റെ സഹോദരിയായിരുന്ന ഗുൽബദൻ ബീഗം എഴുതിയ ഹുമയൂൺ നാമയാണ്. കാരണം കൊട്ടാരത്തിലെ ജീവിതത്തെക്കുറിച്ച് ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ഒരു വിവരണം, അത് ചരിത്രത്തിൽ തന്നെ വളരെ വളരെ അപൂർവമായ ഒന്നായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ബട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പുതിയ രീതികളൊക്കെ വന്നെങ്കിലും ചരിത്രമെഴുതുന്നവരിൽ ഭൂരിഭാഗവും ആരായിരുന്നു? കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ. അപ്പോ പിന്നെ അവരുടെ പ്രധാന ലക്ഷ്യമെന്തായിരിക്കും? തീർച്ചയായും ചക്രവർത്തിയെ സന്തോഷിപ്പിക്കുക എന്നത് തന്നെ. അതിന്റെ ഫലമായി ചക്രവർത്തിക്ക് ഇഷ്ടപ്പെടാത്ത പല സത്യങ്ങളും ഒന്നുകിൽ അവർ ഒഴിവാക്കി, അല്ലെങ്കിൽ വളച്ചൊടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 കാലഘട്ടങ്ങളെയും പ്രതിനിധീകരിക്കുന്ന 2 വലിയ ചരിത്രകാരന്മാരെ എടുത്ത് ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ? ഒരു വശത്ത് സുൽത്താനേറ്റ് കാലത്തെ സിയാവുദ്ദീൻ ബറാനി, മറുവശത്ത് മുഗൾ കാലഘട്ടത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച അബുൽ ഫസൽ. ഇവരുടെ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ബറാനിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എന്നത് ദൈവത്തിന്റെ കളികളായിരുന്നു, ഒരു മോറൽ സയൻസ് ക്ലാസ് പോലെ. അത് രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും കുറിച്ചുള്ളതായിരുന്നു. എന്നാൽ അബുൽ ഫസൽ നേരെ തിരിച്ചായിരുന്നു. അദ്ദേഹത്തിന് ചരിത്രം മനുഷ്യന്റെ കഥയായിരുന്നു. അദ്ദേഹം സാമ്രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എഴുതി. ഭരണം, വ്യാപാരം, ജനങ്ങൾ, എന്തിന് അന്നത്തെ ഹിന്ദു സംസ്കാരത്തെക്കുറിച്ച് വരെ അദ്ദേഹം രേഖപ്പെടുത്തി. പക്ഷേ ഏറ്റവും വലിയ വ്യത്യാസം അതല്ല. ബറാനി കേട്ടറിവുകളെ ആശ്രയിച്ചപ്പോൾ അബുൽ ഫസൽ തെളിവുകൾ തേടിപ്പോയി. അവയെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചു. പറഞ്ഞു വരുന്നത്, അബുൽ ഫസലിന്റെ രീതി ശരിക്കുമൊരു വിപ്ലവം തന്നെയായിരുന്നു. അദ്ദേഹം വെറുതെ കിട്ടിയ കഥകൾ അതേപടി എഴുതിവെക്കുന്ന ആളായിരുന്നില്ല. അല്ല, അദ്ദേഹം ഒരു യഥാർത്ഥ ഇൻവെസ്റ്റിഗേറ്ററായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയുടെ ഡെപ്ത് എത്രയാണെന്ന് നോക്കൂ. അക്ബർ ചക്രവർത്തിയുടെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയനായിരുന്നു അദ്ദേഹം. രാജകീയ രേഖകൾ മുഴുവൻ പരിശോധിച്ചു. കൊട്ടാരത്തിലുള്ളവരുടെയും ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്തു. കിട്ടിയ ഓരോ വിവരവും ശരിയാണോ എന്ന് പലതവണ ഉറപ്പുവരുത്തി. പോരാത്തതിന് തന്റെ പുസ്തകം 5 തവണയാണ് അദ്ദേഹം തിരുത്തി എഴുതിയത്. എന്തിനുവേണ്ടി? പരമാവധി കൃത്യത ഉറപ്പുവരുത്താൻ. അത്രയ്ക്ക് ഡെഡിക്കേഷനായിരുന്നു. അങ്ങനെ അദ്ദേഹം തയ്യാറാക്കിയ ആ മാസ്റ്റർപീസാണ് അക്ബർനാമ. അതൊരു വെറും ചരിത്ര പുസ്തകമല്ല. അതിന്റെ 3ാം ഭാഗമായ ഐനി അക്ബരി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അക്ബറിന്റെ സാമ്രാജ്യത്തെക്കുറിച്ചുള്ളൊരു എൻസൈക്ലോപീഡിയയാണ്. ഓരോ പ്രവിശ്യയിലെയും കൃഷി, നികുതി, അവിടത്തെ ആളുകളുടെ ജീവിതരീതി, സൈന്യത്തിന്റെ ഘടന, അങ്ങനെ സകല വിവരങ്ങളും അടങ്ങിയൊരു ഡേറ്റാബേസ്. അപ്പോ ഈ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ തുടങ്ങി മുഗൾ കാലഘട്ടം വരെ എത്തിയപ്പോൾ ചരിത്രമെഴുത്തിൽ വന്ന ഈ മാറ്റത്തെ നമുക്കെങ്ങനെ സംഗ്രഹിക്കാം? നമുക്കൊന്ന് നോക്കാം. ചരിത്രമെഴുത്തിന്റെ ഈ പരിണാമത്തിന് വ്യക്തമായ 3 ഘട്ടങ്ങളുണ്ടായിരുന്നു. ആദ്യം, ചരിത്രമെന്നത് ദൈവത്തിന്റെ തീരുമാനങ്ങൾ രേഖപ്പെടുത്തുന്ന ഒന്നായിരുന്നു. സുൽത്താനേറ്റ് കാലത്ത് അതായിരുന്നു രീതി. പിന്നീട് മുഗൾ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ അത് ചക്രവർത്തിമാരുടെ വ്യക്തിപരമായ കഥകളും വിജയങ്ങളും രേഖപ്പെടുത്തുന്ന ഒന്നായി മാറി. ഒടുവിൽ അബുൽ ഫസലിനെ പോലുള്ളവരിലൂടെ അത് തെളിവുകളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രത്തെയും അവിടുത്തെ ജനങ്ങളെയും മനസ്സിലാക്കാനുള്ള ഒരു ശാസ്ത്രീയമായ ശ്രമമായി പരിണമിച്ചു. അപ്പോ ഇതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്?
വിശ്വാസത്തെ മാത്രം ആശ്രയിച്ചുള്ള എഴുത്തിൽ നിന്ന് തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചരിത്രരചനയിലേക്കുള്ള ഈ മാറ്റം പിന്നീട് ഇന്ത്യയിൽ വന്ന ആധുനിക ചരിത്രമെഴുത്തിന് വളരെ നിർണായകമായ ഒരു അടിത്തറ പാകിയെന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. പഴയകാലത്തെ ചരിത്രകാരന്മാർ ദൈവങ്ങളെയും രാജാക്കന്മാരെയുമാണ് സേവിച്ചത്. എന്നാൽ ഇന്നത്തെ കാലത്തെ ചരിത്രകാരന്മാർ ആരെയാണ് സേവിക്കുന്നത്? ഇതൊന്ന് ആലോചിച്ച് നോക്കാവുന്ന കാര്യമാണ്, അല്ലേ? മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. ഇപ്പം നമ്മൾ ചരിത്രം പഠിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. തെളിവുകൾ കണ്ടുപിടിക്കുന്നു, അതിനെ ചോദ്യം ചെയ്യുന്നു, എന്നിട്ടൊരു നിഗമനത്തിലെത്തുന്നു. ഇത് കേൾക്കുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ സത്യത്തിൽ ഈയൊരു രീതിയിലേക്ക് എത്താൻ വലിയ ബൗദ്ധിക പോരാട്ടങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ മാറ്റിമറിച്ച ആ ചിന്തകളുടെ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്രയുടെ എല്ലാം അടിസ്ഥാനം ഈ ഒരൊറ്റ ചോദ്യമാണ്. പണ്ട് ഒരു സംഭവം നടന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്? ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടാണോ? അതോ അതിനപ്പുറം എന്തെങ്കിലും തെളിവുകൾ വേണോ? നമ്മുടെ ഈ കഥ മുന്നോട്ടു പോകുന്നത് ഇങ്ങനെയാണ്. ആദ്യം ചരിത്ര പഠനത്തിലൊരു വിപ്ലവം വരുന്നു. പിന്നെ ആ വിപ്ലവത്തെ തകർക്കാൻ ശേഷിയുള്ള ഒരു വലിയ വെല്ലുവിളി ഉയർന്നു വരുന്നു. ഒടുവിൽ ഈ പോരാട്ടത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് ആധുനിക ചരിത്ര പഠനം ഉണ്ടാകുന്നതെന്നും നമ്മൾ കാണും. നമ്മുടെ ഈ കഥയുടെ തുടക്കം അത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന വിശ്വാസങ്ങളെയെല്ലാം ചോദ്യം ചെയ്യുകയും മനുഷ്യൻ ആദ്യമായിട്ട് അവനവരിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങുകയും ചെയ്ത ഒരു അടിപൊളിക്കാലം. ഈ ഒരു പുതിയ ചിന്തയുടെ പേരായിരുന്നു ഹ്യൂമാനിസം. അതായത് ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾക്കപ്പുറം മനുഷ്യനും അവന്റെ കഴിവുകൾക്കും പ്രാധാന്യം നൽകിയ ഒരു ചിന്താധാര. യുക്തിക്കും വിമർശനാത്മകമായ ചിന്തയ്ക്കുമായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഹ്യൂമനിസ്റ്റ് ചരിത്രകാരന്മാരുണ്ടല്ലോ, അവർ ചരിത്രം എഴുതുന്ന രീതിയെ തന്നെ അങ്ങ് പൊളിച്ചെഴുതി. അവർ പറഞ്ഞു, ചരിത്രമെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ വിജയകഥകൾ മാത്രമല്ല, സാധാരണ മനുഷ്യരുടെ വികാരങ്ങളുടെയും പ്രതീക്ഷകളുടെയും കഥ കൂടിയാണ്. പഴയ രേഖകൾ കിട്ടിയാൽ അത് അതേപടി വിശ്വസിക്കാതെ അതിന്റെ ഭാഷ, എഴുതിയ കാലം ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് പഠിച്ചു. ചുരുക്കത്തിൽ അവരെ ചരിത്രത്തെ ഒരു വെറും കഥ പറച്ചിലിൽ നിന്ന് കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു പഠനശാഖയാക്കി മാറ്റി. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ലിയോണാർഡോ ബ്രൂണി എന്ന് പറയുന്ന ആള്. അദ്ദേഹം തന്റെ ചരിത്രരചനയിൽ അത്ഭുതങ്ങളെയും കെട്ടുകഥകളെയും പൂർണ്ണമായും ഒഴിവാക്കി. പകരം രാഷ്ട്രീയ സംഭവങ്ങളെ യുക്തി ഉപയോഗിച്ച് വിമർശനാത്മകമായിട്ട് വിശകലനം ചെയ്തു. ഇതാണ് ആധുനിക ചരിത്രരചനയുടെ ഒരു തുടക്കമെന്ന് പറയാം. ഹ്യൂമനിസം ചരിത്രത്തിന് ഇങ്ങനൊരു പുതിയ അടിത്തറയൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഫ്രഞ്ച് തത്വചിന്തകനായ റെനേ ദെക്കാർത്ത് വന്നതോടുകൂടി കഥയാകെ മാറി. അദ്ദേഹത്തിന്റെ ചിന്തകൾ ചരിത്ര പഠനത്തിന് ഒരു വലിയ വെല്ലുവിളിയായി മാറി. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. ദെക്കാർത്തിന്റെ ഫിലോസഫിയുടെ ആണിക്കല്ല് തന്നെ ഇതാണ്. അതായത് എല്ലാത്തിനെയും സംശയിക്കുക, അവസാനം വരെ സംശയിക്കാൻ പറ്റാത്ത ഒരു സത്യത്തിലെത്തുന്നതുവരെ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. അപ്പോൾ ഈ സംശയത്തിന്റെ വാൾമുന ചരിത്രത്തിന് നേരെ തിരിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് നോക്കാം. ഇവിടെയാണ് ശരിക്കും ചരിത്രവും ദെക്കാർത്തിന്റെ ഫിലോസഫിയും തമ്മിൽ നേർക്കുനേർ വരുന്നത്. ചരിത്രകാരന്മാർ ശ്രമിക്കുന്നത് ഭൂതകാലത്തിന്റെ വിശ്വസനീയമായ ഒരു ചിത്രം നൽകാനാണ്. എന്നാൽ ദെക്കാർത്ത് ചോദിച്ചു, ഇതെങ്ങനെയാ ശരിയാവുക? കാരണം ഒരു സംഭവം നടന്നതുപോലെ 100% കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ ആർക്കെങ്കിലും പറ്റുക? ഇല്ലെങ്കിൽ ചരിത്രം എങ്ങനെയാണ് പൂർണ്ണ സത്യമാവുന്നത്? ദെക്കാർത്ത് ചരിത്രത്തിന് നേരെ 3 ശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. 1. ചരിത്രകാരന്മാർ പഴയ കാലത്തിന്റെ ഓർമ്മകളിൽ ജീവിച്ച് സ്വന്തം കാലത്തെ മറക്കുന്നു. 2. അവർ പഴയ കാലത്തെ കുറച്ചുകൂടി പൊലിപ്പിച്ച് ഭയങ്കര സംഭവമൊക്കെ ആക്കി കാണിക്കും. 3ാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും, ഇത്രയധികം സംശയങ്ങളൊക്കെയുള്ളൊരു വിഷയം കൊണ്ട് ഇന്നത്തെ കാലത്ത് എന്ത് പ്രയോജനമാണുള്ളത്? ദെക്കാർത്തിന്റെ ഈ ഒരു കനത്ത വിമർശനം ചരിത്രകാരന്മാരെ ശരിക്കും വെല്ലുവിളിച്ചു. അപ്പോൾ അവരെങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത്? അവിടെയാണ് നമ്മൾ ജാം ബാറ്റിസ്റ്റ വിക്കോ എന്ന ചിന്തകനിലേക്ക് വരുന്നത്. ഇവിടെയാണ് ഏറ്റവും രസകരമായൊരു സംഭവം നടക്കുന്നത്. ചരിത്രകാരന്മാർ ദെക്കാർത്തിന്റെ സംശയമെന്ന ആയുധം കടമെടുത്തിട്ട് ചരിത്രത്തെ കൂടുതൽ ശക്തമാക്കി. അവർ എഴുതപ്പെട്ട രേഖകളെ കൂടുതൽ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. ഒരു പുസ്തകത്തിൽ പറയുന്നത് ശരിയാണോ എന്നറിയാൻ അക്കാലത്തെ നാണയങ്ങളും ഭൂപടങ്ങളും ശിലാലിഖിതങ്ങളുമെല്ലാം പരിശോധിച്ചു. ദെക്കാർത്തിന്റെ പേരിലറിയപ്പെട്ട ഈ രീതി, അതായത് കാർട്ടീഷ്യൻ ഹിസ്റ്റോറിയോഗ്രാഫി, ചരിത്രത്തെ കൂടുതൽ കർശനമാക്കി. എന്നാൽ ഇതിനെല്ലാം അപ്പുറത്തേക്ക് പോയി ചരിത്രത്തിനു വേണ്ടി വാദിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നു. അദ്ദേഹമാണ് ഇറ്റാലിയൻ തത്വചിന്തകനായ ജിയാംബാട്ടിസ്റ്റ വീക്കോ. ദെക്കാർത്ത് പറയുന്ന ശാസ്ത്രത്തിന്റെ അതേ അളവുകോൽ വെച്ച് ചരിത്രത്തെ അളക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. വിക്കോയുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ സ്ലൈഡ് നമ്മളെ സഹായിക്കും. ദെക്കാർത്ത് ആരാധിച്ചത് ഗണിതത്തെയും ഭൗതികശാസ്ത്രത്തെയുമാണ്, അതായത് മനുഷ്യന് പുറത്തുള്ള ലോകത്തെ. എന്നാൽ വിക്കോ പറഞ്ഞു, നമ്മൾ മനുഷ്യർ നിർമ്മിച്ച ലോകത്തിന്റെ കാര്യം എന്താണ്? നിയമം, കല, ചരിത്രം ഇതെല്ലാം നമ്മളുണ്ടാക്കിയതാണ്.
അവ നമുക്ക് ആന്തരികമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെക്കാൾ നന്നായിട്ട് മനുഷ്യന്റെ ചരിത്രം മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. വിക്കോ മുന്നോട്ട് വെച്ച ഏറ്റവും വിപ്ലവകരമായ ആശയം ഇതായിരുന്നു: മനുഷ്യന്റെ സ്വഭാവമെന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഒന്നല്ല. അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ അവന്റെ തുടക്കം മുതലുള്ള ചരിത്രം പഠിക്കണം. ഈ മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി വിക്കോ ഒരു സൈക്ലിക്കൽ തിയറി, അതായത് ഒരു ചാക്രിക സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എല്ലാ സംസ്കാരങ്ങളും ഒരു യാത്രയിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം പ്രകൃതിയെ ഭയന്ന് ദൈവങ്ങളെ ആരാധിക്കുന്ന ദൈവങ്ങളുടെ യുഗം, പിന്നെ കരുത്തരായ നേതാക്കൾ ഭരിക്കുന്ന വീരന്മാരുടെ യുഗം, പിന്നീട് വർഗസമരങ്ങൾ നടക്കുന്ന മനുഷ്യന്റെ യുഗം, ഒടുവിൽ സാധാരണക്കാർക്ക് അധികാരം കിട്ടുന്ന ജനാധിപത്യ യുഗം. ഇതൊരു ചാക്രിക പ്രക്രിയയാണെന്നും വിക്കോ വാദിച്ചു. അപ്പോൾ ഈ ഒരു വലിയ ബൗദ്ധിക പോരാട്ടത്തിന്റെ അവസാനം എന്താണുണ്ടായത്? സത്യത്തില് ഹ്യൂമനിസത്തിന്റെ ആ ഒരു വിമർശനാത്മക രീതിയും ദെക്കാർത്തിന്റെ സംശയവും വിക്കോയുടെ പുതിയ കാഴ്ചപ്പാടും ഇതെല്ലാം കൂടിച്ചേർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ചരിത്ര പഠനം ഉണ്ടാവുന്നത്. ഈ ടേബിൾ നോക്കിയാൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച 3 ആശയങ്ങളും ഒറ്റയടിക്ക് കാണാം. ഹ്യൂമനിസം നമ്മളെ പഠിപ്പിച്ചത് തെളിവുകൾക്ക് പ്രാധാന്യം നൽകാനാണ്. ദെക്കാർത്തിന്റെ സംശയം നമ്മളെ പഠിപ്പിച്ചത് ഒരു കാര്യവും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നാണ്. വിക്കോ നമുക്ക് കാണിച്ചു തന്നത് ചരിത്രം വെറും വസ്തുതകളുടെ ഒരു ലിസ്റ്റല്ല, മറിച്ച് മനുഷ്യൻ സ്വയം മാറുന്നതിന്റെ കഥയാണെന്നാണ്. അതായത് ആധുനിക ചരിത്രകാരൻ ഈ 3 പാഠങ്ങളും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിക്കോയുടെ ഈ ആശയങ്ങളൊന്നും അദ്ദേഹത്തിന്റെ കാലത്ത് ആരും അത്ര കാര്യമായിട്ടെടുത്തില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ബൗദ്ധികമായ പുരോഗതിക്ക് ചിലപ്പോൾ സമയമെടുക്കും എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണത്. അപ്പം നമ്മളെന്താ കണ്ടത്? ചരിത്രം എന്ന് പറയുന്നത് വെറും പഴയ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് മാത്രമല്ല. അത് മനുഷ്യൻ എന്ന ആശയം തന്നെ എങ്ങനെയാണ് മാറുന്നത് എന്നതിന്റെ കഥയാണ്. ആ കഥ ഇന്നും തുടരുകയാണ്. അപ്പം ചോദ്യം ഇതാണ്: ഈ വലിയ കഥയുടെ അടുത്ത ചാപ്റ്റർ ആരാണ് എഴുതുക? ഉത്തരം വളരെ സിമ്പിളാണ്: നിങ്ങളും ഞാനും, നമ്മൾ ഓരോരുത്തരും തന്നെ.